ഞാനത് ഏൽക്കുകയും ചെയ്യും. ഞാൻ ഏൽക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അത് അത് വളരുന്നത് അത് താനറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നത്? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്ത വിളിക്കുന്നു. തന്റെ ഉണ്ടോ തന്തയില്ലാതെ ഒരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. ചൂണ്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ആർ റോഷിപാലും ടി വി പ്രസാദുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ആർ റോഷിപാലിലേക്ക്. ആർ റോഷിപാൽ, ഇത്രയും നാൾ ഒരു ആരോപണമായി അന്തരീക്ഷത്തിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ശബ്ദം തന്നെയല്ലേ നമ്മൾ ഈ ഓഡിയോയിൽ കേൾക്കുന്നത്? സുജയ പാർവതി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് അത് പ്രേരിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു. ശക്തമായ രീതിയിൽ ആ പെൺകുട്ടിയെ വേട്ടയാടുന്നതിന്റെ ഒരു വഞ്ചനയുടെ തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പെൺകുട്ടി ആ ഗർഭഛിദ്രത്തിന് തയ്യാറാകാതിരിക്കുമ്പോൾ ആ കുട്ടിയെ ശക്തമായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അത്രയും വലിയ ഒരു വളരെ വിഷമകരമായ ഒരു ശബ്ദ സംഭാഷണമായി ഇതിനെ നമുക്ക് കാണേണ്ടി വരും. ആ പെൺകുട്ടിക്ക് ആ കുട്ടിയെ വളർത്താൻ താല്പര്യമുണ്ടായിരുന്നു. എന്നിട്ട് പോലും നിർബന്ധിപ്പിച്ച് 4-ാം മാസത്തിൽ ആ കുട്ടിയുടെ ആരോഗ്യം പോലും അപകടപ്പെടുത്തുന്ന രീതിയിൽ, ഒരുപക്ഷെ അവരുടെ ജീവന് പോലും അപകടപ്പെടുത്തുന്ന രീതിയിലാണ് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്നത്, നിർബന്ധിക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ കുറ്റകൃത്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയെന്നതിന്റെ തെളിവാണ് ഈ ശബ്ദം. ആ പെൺകുട്ടിയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ നടത്തിയ ആ ടെലിഫോൺ സംഭാഷണമാണ്. അതിനു പുറമെ ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളുണ്ട്. അങ്ങനെ തുടങ്ങിയ രാഹുലിനെ കുരുക്കുന്ന നിരവധി തെളിവുകളാണ്. അതിൽ ഒരു തെളിവ് മാത്രമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ പല കോണുകളിൽ നിന്ന് രാഹുലിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു, ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ആരോപണങ്ങൾക്കിടയിൽ അതിനേക്കാൾ ഏറ്റവും ഗൗരവമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.